നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. വളാഞ്ചേരി ഈരാടെ നെല്ലേക്കാട്ട് കുടുംബ സംഗമം കുളമംഗലം നന്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് സമുചിതമായി ആഘോഷിച്ചു. കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം 80 വയസ്സ് കഴിഞ്ഞവരെയും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കുടുംബാംഗങ്ങളുടെ തിരുവാതിരക്കളി ഉൾപ്പെടെ വിവിധ ഇനം കലാപരിപാടികളും അരങ്ങേറി. സുധീഷ് പള്ളിപ്പുറത്തിന്റെ മോട്ടിവേഷൻ ക്ലാസും അനിൽ കലാഭവന്റെ നേതൃത്വത്തിൽ ഗാനമേളയും സംഘടിപ്പിച്ചു. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അടുത്ത വർഷം ഒന്നിക്കാമെന്ന പ്രതീക്ഷയിൽ പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. വളാഞ്ചേരിത്തെ രണ്ടു പ്രമുഖ കുടുംബങ്ങളാണ് ഒരു കാലഘട്ടം ഈരാട പടിഞ്ഞാറേതിലും നെല്ലേക്കാട്ട് പൊന്നാക്കും. ഈ രണ്ട് കുടുംബങ്ങളിലുമുള്ള ആൾക്കാർ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും വിവിധ ഭാഗങ്ങളിൽ ജോലിയെടുത്ത് ജീവിക്കുകയാണ്. അതിൽ പലരും പരസ്പരം അറിയുന്ന ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നായി കൊണ്ടുവന്ന് എല്ലാവരും പരസ്പരം അറിയാനും പരസ്പരം സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമെങ്കിൽ ചെയ്യുവാനും വേണ്ടിയാണ് ഈ കുടുംബ സംഘം ഞങ്ങൾ ഉദ്ദേശിച്ച് നടത്തുന്നത്. അതേമാതിരി തന്നെ ഈ കുടുംബ സംഘം ഈ രണ്ട് തറവാടിൻ്റെയും കീഴിൽ ഹോസ്പിറ്റലിനടുത്ത് ഒരു അമ്പലവും നടത്തുന്നുണ്ട്. അതും ഈ രണ്ട് അമ്പതും കൂടി ഇപ്പൊ നല്ല നിലയ്ക്ക് നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ഇത് വെറും കൂടുക എന്നല്ല, ഭാവിയിൽ ഈ കുടുംബത്തിൽപ്പെട്ടവർക്ക് സാമ്പത്തികമായിട്ട് ഏതെങ്കിലും രൂപത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു ട്രസ്റ്റായിട്ടും കൂടി ഇത് മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ തിരഞ്ഞു വെച്ചത്. ഇതിന് ഞങ്ങളുടെ എല്ലാ മെമ്പർമാരെയും സഹായ സഹകരണങ്ങൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുടുംബ സംഗമം രണ്ടാമത്തേതാണ്. ആദ്യത്തേതിൽ 1919 അതിന്റെ ശേഷം പല കോവിഡ് അങ്ങനെ വന്നപ്പോൾ പാലപ്പുഴ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് രണ്ടാമത് ഇപ്പോൾ വിളിച്ചു കൂട്ടി ഇനി ഇവിടെ ഞങ്ങളുടെ എല്ലാ കൊല്ലവും ഇത് നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വളാഞ്ചേരിയിലെ പ്രമുഖ രണ്ട് കുടുംബങ്ങളാണ് ഈരാട് പടിഞ്ഞാറേതിലും നെല്ലേക്കാട്ടും. അപ്പോൾ അതിലെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ജോലി ചെയ്യുന്നു, അവർ താമസിക്കുന്നുണ്ട്, കച്ചവടവും മറ്റുള്ള കാര്യങ്ങളായിട്ട്. അവർ ഒരു കുടക്കയിലൂടെ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അണിനിരത്തി അവരുടെ പരസ്പരം ബന്ധപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ കുടുംബസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. 2019 ആദ്യത്തെ കുടുംബസംഗമം വളരെ ഗംഭീരമായിട്ട് നടത്തുന്നുണ്ടായി. പിന്നെ അതിനുശേഷം കോവിഡും അതിനോടനുബന്ധിച്ച പല പ്രശ്നങ്ങളും കാരണം രണ്ടാമത്തെ കുടുംബസംഘമാണ് ഇപ്രാവശ്യം നടത്തുന്നത്. ഇതിൽ മുഴുവൻ ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. മുഴുവൻ ആളുകൾ എത്തിച്ചേരാൻ 100-400 ആളുകൾ എത്തിച്ചേരേണ്ടതാണ്. മഴയും മറ്റുള്ള പ്രതികൂല കാലാവസ്ഥയും കാരണം ഇപ്രാവശ്യം 200ഓളം പേരെ എത്തിയിട്ടുള്ളൂ. ഇനി ഇതെല്ലാ വർഷവും ഇത് തുടർന്ന് നടത്താനും അതുപോലെ തന്നെ സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ടോ സഹായം ആവശ്യമുള്ളവർക്ക് പരസ്പര സഹായം എത്തിക്കാനുള്ള ഒരു വേദിയായിട്ട് കൂടി ഈ കുടുംബസംഗമം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. നഷ്ടമായത് എനിക്ക് ലഭിക്കേണ്ട നീതിയാണ്. അരുൺകുമാർ എന്ന പക്കാക്കണ്ണിന് നിങ്ങൾ ഈ കോടതിയിൽ നിന്നും പുല്ലുപോലെ വലിച്ചെടുക്കി കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ എന്റെ ഈ നെഞ്ച്